ഭരണഘടനാ ദിനം ആഘോഷിച്ച രാജ്യം. പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. എല്ലാവർക്കും സുരക്ഷയും സമത്വവും ഉറപ്പുവരുത്തുകയാണ് ഭരണഘടനാ ലക്ഷ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഓർമ്മപ്പെടുത്തി. ഭരണഘടന വെറുമൊരു പുസ്തകമല്ലെന്നും ഓരോ പൌരനും നൽകുന്ന പവിത്രമായ വാഗ്ദാനമാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. 1949 നവംബർ 26 ഭരണഘടന പാർലമെന്റ് അംഗീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് സംവിധാൻ ദിവസമായി ആഘോഷിക്കുന്നത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുന്നത്. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. 9 ഭാഷകളിലുള്ള ഭരണഘടനയുടെ പതിപ്പ് രാഷ്ട്രപതി പ്രകാശനം ചെയ്തു. ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി അംഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്നും രാഷ്ട്രപതി. हमारे संविधान निर्माता चाहते थे कि संविधान के माध्यम से हमारा सामूहिक और व्यक्तिगत स्वाभिमान सुनिश्चित रहे. बीते दशक में हमारे संसद ने जन आकांक्षाओं को अभिव्यक्त करने के अत्यंत प्रभावी उदाहरण प्रस्तुत किया है. ഭരണഘടന മനുഷ്യന്റെ അന്തസ്സിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി. പൗരന്റെ ശക്തിയും ശബ്ദവുമാണ് ഭരണഘടനയെന്നും ഭരണഘടനയ്ക്കെതിരായ ഒരു ആക്രമണവും അനുവദിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിയും എക്സിൽ കുറിച്ചു. മീഡിയ 1 ഡൽഹി.